ഹായ്, ഞാൻ ഇന്ന് വന്നത് കാർ എന്തൂസിയാസ്റ്റുകൾക്ക് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു കാറിന്റെ റിലീവ് ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളും ഇവിടെ നടന്നുകൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ കാണാം. അതിന്റെ ഒരു വീഡിയോയിലായിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ് ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഹോണ്ടയുടെ സിവിക്കാണ് വരുന്ന പ്രൊജക്റ്റ്. വണ്ടി ഹോണ്ട സിവിക്കാണ്. സോ അതിൻ്റെ മെയിനായിട്ട് ചെയ്തത് വെച്ചാൽ ബോഡി കിറ്റ് മൊത്തം ചേഞ്ച് ചെയ്ത് ബോഡി കിറ്റ് കയറ്റിയിട്ടുണ്ട്. അത് മാക്സിമം ലോവർ ആയിട്ടാണ് ചെയ്തത്. പിന്നെ അതുപോലെ അഡീഷണൽ ആയിട്ട് സൺറൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഇതിൻ്റെ റിലീവ് ടൈമിൽ കറക്റ്റ് മനസ്സിലാവും. അതായത് റിലീവ് ചെയ്ത സമയത്ത് കറക്റ്റ് അതിൻ്റെ ഷോ നിങ്ങൾക്ക് കിട്ടും. സോ അത് നമ്മൾ ചെയ്തത് അമൽ ബ്രോ ആണ് ചെയ്തത്. അപ്പോൾ വർക്ക് മൊത്തം അമൽ ബ്രോ, അതായി കാണുന്ന അമൽ ബ്രോ ആണ് വർക്കൊക്കെ ചെയ്തത് ആ സ്പെക്സ് വെച്ച്. സോ അനസിൻ്റെ ആണ് അനസ് ബ്രോൻ്റെ ആണ് ഇതിൻ്റെ വണ്ടിൻ്റെ ഓണർ. അനസ് ബ്രോ ആണ് വണ്ടിൻ്റെ ഓണർ. അപ്പോൾ ഇതിൻ്റെ റിലീവാണ് ഇപ്പം കണ്ടുകൊടുക്കുന്നത് നിങ്ങൾ. സോ ഗായ്സ് അതാ നമ്മൾ റിലീവ് ആയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം അടിപൊളി ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മാക്സിമം എന്താ പറയുക, ഗ്രൗണ്ട് ക്ലിയറൻസ് പറ്റ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയാൻ നമ്മളെ വണ്ടിൻ്റെ എയർ സസ്പെൻഷൻ, അത് നിങ്ങളിതാ സൈഡ് വ്യൂ തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ടാവും. എയർ സസ്പെൻഷൻ ചെയ്ത ഒരു വണ്ടിയും കൂടിയാണിത്. അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങൾ പക്ക സെറാമിക്കൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു വർഷമായി എന്നാണ് പറഞ്ഞത്. അമൽ ബ്രോ പറഞ്ഞത് ഒരു വർഷമായി ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ഇപ്പോഴാണ് മൊത്തം കംപ്ലീറ്റ് ആയത്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ പേരാണ് പറയുന്നത് വോൾക്കാനോ എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. വോൾക്കാനോ എന്നാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര്. അതുപോലെ അതിൻ്റെ സ്ലിപ്പ് ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്രൗണ്ടിൽ. പിന്നെ അതിൻ്റെ ഫിനിഷിങ് തന്നെ കണ്ടാൽ മനസ്സിലാവും. അത്രയും സെറാമിക് കോട്ടിങ്ങൊക്കെ കൊടുത്ത് പക്ക ഒരു എന്താ പറയുക, ഒരു ബ്രാൻഡ് ന്യൂ തന്നെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ അമൽ ബ്രോ. അപ്പോൾ അമൽ ബ്രോ ആണ് അതിലേക്ക് കയറിയത്, വണ്ടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറിയത് അമൽ ബ്രോ ആണ്. പിന്നെ വരുന്ന ഈ ടൈൽ ലാമ്പൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ്. പിന്നെ ഈ സൈഡ് വ്യൂ തന്നെ കണ്ടാൽ അറിയാം. അതിൻ്റെ ഒരു എയർ സസ്പെൻഷൻ്റെ ഒരു പെർഫോമൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എയർ സസ്പെൻഷൻ ജസ്റ്റ് ഒന്ന് അപ്പായിട്ടുണ്ട്. അപ്പോൾ അത്രയും ലോവറായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്രയും കുറച്ചിട്ടാണ്. അപ്പോൾ എയർ സസ്പെൻഷൻ എന്ന് പറയുമ്പം തന്നെ ആ ഒരു ലെവലിലാണല്ലോ ഉണ്ടാകുക. പിന്നെ അതിൻ്റെ ഒരു മിറർ ഫിനിഷിങ് കണ്ടില്ല, അതായത് സെറാമിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അത്രയും മിറർ ഫിനിഷിംഗ് ഒക്കെ വരുന്നത്. അത്രയും പക്കാ നീറ്റിലാണ് ചെയ്തത്. സെറാമിക്കിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അലോയ് ആണെങ്കിലും അത്യാവശ്യം എടുത്ത് നിൽക്കുന്ന ഈ ഒരു റെഡ് കളറിനോട് ഇത് അത്യാവശ്യം നല്ലോണം മാച്ചായ രീതിയിലാണ് അമൽ ബ്രോ ഇത് സെറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെ കണ്ടാൽ അറിയാം. അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. ലെഫ്റ്റ് സൈഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹെവി ക്രൗഡാണ്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊരു വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ എയർ സസ്പെൻഷൻ ഇതാ പക്ക ഇപ്പം ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്ലോറിനോട് അത്രയും എന്താ പറയുക, ജസ്റ്റ് ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു ഡിഫറൻറ്റിലാണ് ഇപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ ലോവർ ചെയ്ത് നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ പിന്നെ സൈഡ് മിററൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ് അത്രയും ഒരു ടൈപ്പിലൊരു ഷാർപ്പ് ടൈപ്പിൽ ചെയ്തത്. പിന്നെ നിങ്ങളെ ഫ്രണ്ടിൽ ഒരു വ്യൂ വരുമ്പോൾ തന്നെ സ്റ്റോക്ക് ബമ്പർ മാക്സിമം ലോവർ ചെയ്തതാണ്. അതായത് പക്ക നമ്മളെ വണ്ടിയിലുള്ള ബമ്പർ തന്നെ അതിൽ തന്നെ അവർ മാക്സിമം ലോവർ ചെയ്തതാണ്. അതിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ പറയുകയാണെങ്കിൽ അത്ര റഷ് ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ഇത് വരുന്നത്, അത്രയും ഫിനിഷിങ്ങും. പിന്നെ ഈ ഒരു വ്യൂ തന്നെ ഞങ്ങൾക്ക് ഒരു ബാഗി ടൈപ്പ് ഒരു ലുക്കാണുള്ളത്. വൈറ്റ് അലോയി വിത്ത് റെഡ് വരുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സിസ്റ്റം നമ്മളെ ബ്രോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ജസ്റ്റ് ഒന്ന് അപ്പായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിൽ നിന്നൊന്ന് പൊന്തിയിട്ടുണ്ട്. എയർ സസ്പെൻഷൻ്റെ ഒരു മെയിൻ ഇതാണല്ലോ. അപ്പോൾ അത്രയാണ് ഈ ഒരു വണ്ടിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. സോ ഗായ്സ്, ഈ ഒരു റീസ്റ്റോറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പിന്നെ കാർ എന്തൂസിയാസ്റ്റുകൾക്കൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്ക് മൊത്തം എടുത്തത് അമൽ ബ്രോ ആണ് എക്സോട്ടിക്കിലുള്ള. ഓക്കെ, സോ ബൈ.